വേണ്ടി കർണാടക പോലീസ് പാതിരാ സമയത്ത് 2 മണി സമയത്ത് അൻവാർശ്ശേരിയിൽ വന്നു എന്നുള്ള ഒരു വാർത്ത പ്രചരിക്കുകയും അതുവഴി അൻവാർശ്ശേരിയിലും പരിസര പ്രദേശത്തെ പള്ളികളിലും ബാങ്കിന്റെ വിളിയാളം ഉണ്ടാവുകയും ചെയ്തപ്പോ ആദ്യമായി ഓടി വന്നത് പാവപ്പെട്ട പ്രായാധിക്യത്താൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമുസ്ലിമായ അമ്മയാണ് ആജമൻവാറിന്റെ മണ്ണിലേക്ക് നെഞ്ചത്ത് കൈയടിച്ചുകൊണ്ട് കടന്നു വന്നത്. എന്തുകൊണ്ടാണ് ആ കടന്നു വരവുണ്ടായത്? അബ്ദുൽ നാസർ മൗദനി ഈ സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാക്കിയ മതസൗഹാർദ്ദത്തിന്റെ തെളിവുകളാണത്. അവിടെ നിരന്തരം ഓടി വന്നത് പാവപ്പെട്ട ഹൈന്ദവ സഹോദരന്മാരായിരുന്നു. 3 മാസക്കാലം അൻവാർശ്ശേരിയിൽ നടന്ന സമരം, ആ സമരങ്ങളിലൊക്കെ സജീവ സാന്നിധ്യമായത് ആ നാട്ടിലെ പല രാഷ്ട്രീയക്കാരുമായിരുന്നു. അതിന് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ മാത്രമായിരുന്നില്ല. ഇവിടെയാണ് അബ്ദുൽ നാസർ മൗദനിയെ നാം മനസ്സിലാക്കേണ്ടത്. മൗദനിയെ കുറിച്ച് ആധികാരികമായി പറയേണ്ടത് മൗദനിയുടെ നാട്ടുകാരാണ്, മൗദനിയുടെ പരിസര പ്രദേശത്തുള്ളവരാണ്. അവരെല്ലാം പറയുന്നു മൗദനിയെ ഞങ്ങൾക്കറിയാം, മൗദനി തീവ്രവാദിയല്ല, മൗദനി ഭീകരവാദിയല്ല, മൗദനി വിഘടനവാദിയല്ല എന്ന് അവരാണയിട്ട് ആവർത്തിച്ച് പറയുന്നു. പിന്നെ പറയുന്ന പ്രശ്നം ISS ഉണ്ടാക്കിയതാണ്. ഈ ISS ഉണ്ടാക്കിയതും അതേ നാട്ടിലാണ്. ISSന്റെ പ്രവർത്തനങ്ങൾ ശക്തമായി നടന്നതും അതേ നാട്ടിലാണ്. അവിടെ ഒന്നും പ്രശ്നങ്ങളില്ല. പിന്നെ ആരുടെയൊക്കെ താല്പര്യങ്ങൾക്ക് വേണ്ടി മൗദനിയെ വേട്ടയാടാൻ ഇനിയും നാം അനുവദിച്ചു കൊടുത്താൽ അള്ളാഹുവിന്റെ ശക്തമായ ഇടപെടൽ നമുക്കെതിരെ ഉണ്ടാകുമോ എന്ന് നാം സംശയിക്കേണ്ടതുണ്ട്. കാരണം അബ്ദുൽ നാസർ മൗദനി ഈ സമുദായത്തിന്റെ സ്വത്താണ്. അബ്ദുൽ നാസർ മൗദനി ഈ സമുദായത്തെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തനായ പണ്ഡിതവര്യനാണ്. ഈ പണ്ഡിതവര്യനെതിരെ കള്ള കേസുകൾ ചുമത്തി ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് നാട് കടത്തിയത് കണ്ടില്ല എന്ന് നടിച്ച് നാം ഇരുന്നാൽ നമ്മുടെ ഗതിയും മറ്റൊന്നായിരിക്കില്ല എന്ന് ഓർക്കുന്നത് നന്ന് എന്ന് മാത്രമാണ് ഈ നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എന്നെ ക്ഷണിക്കുന്ന സഹോദരങ്ങളെ, നാം ഒക്കെ വളരെ സംയമനത്തോടുകൂടി വളരെയധികം ആത്മാർത്ഥമായി നമ്മുടെ നാടുകളിലും നമ്മുടെ വീടുകളിലും പരിസര പ്രദേശങ്ങളിലും നമ്മുടെ അയൽക്കാരിലും അബ്ദുൽ നാസർ മൗദനിയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കിക്കൊടുക്കാൻ നാം ഒക്കെ ബാധ്യസ്ഥരാണ്. എന്താണ് മൗദനി? മൗദനിയെ കുറിച്ച് അറിയുന്നവർക്ക് മൗദനി തീവ്രവാദിയല്ല, മൗദനി ഭീകരവാദിയല്ല, മൗദനി വിഘടനവാദിയല്ല. അതുകൊണ്ട് ആ മൗദനിയെ കേരളീയ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത മുസ്ലിം സമുദായത്തിനുണ്ട്. നാമും മൗദനിയെ കല്ലെറിയുന്നവരുടെ കൂടെ കൂടി കല്ലെറിയാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നാം ഈ സമുദായത്തോട് ചെയ്യുന്ന, മുസ്ലിം സമുദായത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നെറികേടായി മാറും അത് എന്ന സത്യം നാം ഓരോരുത്തരും തിരിച്ചറിയണം. നമ്മുടെ പേരൊരു പക്ഷേ മുഹമ്മദിന്റേതായിരിക്കാം, നമ്മുടെ പേരൊരു പക്ഷേ അബൂബക്കറിന്റേതായിരിക്കാം, നമ്മുടെ പേരൊരു പക്ഷേ ഉമറിന്റേതും അലിന്റേതുമായിരിക്കാം. അതുകൊണ്ട് കാര്യമില്ല. അവര് കാണിച്ച ആർജവം, അവര് കാണിച്ച തന്റെ ഇടം, അവര് കാണിച്ച സമുദായ സ്നേഹം, അവര് കാണിച്ച സമുദായ ഐക്യം നാം കാണിക്കേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ ബാധ്യത. അതുകൊണ്ട് അബ്ദുൽ നാസർ മൗദനിയുടെ ഒരു വാക്കിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ച് ഞാൻ നിർത്തുന്നു. നാം മുന്നോട്ടുള്ള ഗമനത്തെ നിർത്തേണ്ടതുണ്ട്. നാം മുന്നോട്ട് ഒരുപാട് ഗമിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നാം ഇനി ഗമിക്കേണ്ടത് പുറകേട്ടാക്കാണ്. മഹാനായ റസൂലുള്ളാഹി തങ്ങളിലേക്ക്, മഹാനായ അബൂബക്കർ സിദ്ദീഖിലേക്ക്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിലേക്ക്, മഹാനായ അലിയിൽ മുർത്തദായിലേക്ക്, മഹാനായ ഹംസത്തുൽ ഖമാറിലേക്ക് നാം മടങ്ങി പോകേണ്ടതുണ്ട്. അവരുടെ ജീവിത മാർഗമാണ് നമ്മുടെ ജീവിത മാർഗമായി നാം സ്വീകരിക്കേണ്ടത്. രാഷ്ട്രീയമായി നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, മറ്റെന്തെങ്കിലും ആശയപരമായ വിഷയങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ